തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് കടലിരമ്പം സൃഷ്ടിച്ച് 2 ലക്ഷത്തോളം സ്ത്രീകൾ. ഒപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. ശോഭനയുടെ വലിയ കണ്ണുകൾ അത്ഭുതത്താൽ വീണ്ടും വിടർന്നു. സ്ത്രീശക്തി മോദിക്കൊപ്പം മഹിളാ സമ്മേളനത്തെ അങ്ങേയറ്റം അഭിമാനത്തോടെ ഓരോ സ്ത്രീയും നോക്കിക്കാണുമെന്നും ഇത്രമാത്രം പെണ്ണുങ്ങളെ ആദ്യമായാണ് തന്റെ ജീവിതത്തിൽ ഒന്നിച്ചു കാണുന്നുവെന്നും ശോഭന പറഞ്ഞു. നടിയും നർത്തകിയും എന്ന നിലയിൽ കേരളീയ സ്ത്രീ സമൂഹത്തിന്റെ പ്രതിനിധിയായാണ് ശോഭന ആ വേദിയിൽ നിന്നത്. വനിതാ സംവരണ ബില്ല് പാസാക്കിയ മോദിക്ക് ശോഭന നന്ദി ചൊല്ലിയപ്പോൾ ഒപ്പമുണ്ടായിരുന്ന മറിയക്കുട്ടി, PT ഉഷ, മിന്നുമണി, ബീന കണ്ണൻ അടക്കമുള്ളവരെല്ലാം കൈയടച്ചു. പക്ഷെ ചിലർക്കത് പിടിച്ചില്ല. കേരളീയം പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം വേദി പങ്കിട്ട ശോഭന ഇപ്പോഴിതാ മോദിക്കൊപ്പം വേദി പങ്കിട്ട് അദ്ദേഹത്തെ പുകഴ്ത്തുന്നുവെന്ന് കാട്ടി സൈബർ സഖാക്കൾ ഉണർന്നു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ശോഭനയ്ക്കെതിരെ ട്രോളുകളും വിമർശനങ്ങളും നിറഞ്ഞു. സംഘിയെന്നും സംഘിണിയെന്നും അവരെ ആക്ഷേപിച്ചു. ഒന്ന് ചോദിച്ചോട്ടെ, നൃത്തവും സിനിമയും അല്ലാതെ മറ്റെന്തിനെ കുറിച്ചെങ്കിലും ശോഭന സംസാരിച്ചു കേട്ടിട്ടുണ്ടോ? ഇന്റർവ്യൂകളിൽ പോലും കലയെക്കുറിച്ചല്ലാതെ വ്യക്തിപരമായ കാര്യങ്ങളൊന്നും ശോഭന പറയാറില്ല. രാഷ്ട്രീയം, മതം, വിവാഹം, കുട്ടി തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം അവരുടെ വ്യക്തിജീവിതം, സ്വകാര്യത അവർ കാത്തുസൂക്ഷിക്കുന്നു. അഭിനയത്തെക്കുറിച്ചും നൃത്തത്തെക്കുറിച്ചും കലയെക്കുറിച്ചും മാത്രം ഉറക്കെ സംസാരിക്കുന്നു. ശോഭനയുടെ വേദികൾ രാഷ്ട്രീയ ഇടമായല്ല, കലാകാരി എന്ന നിലയിൽ കിട്ടുന്ന വേദിയായാണ് അവർ കണക്കാക്കുന്നതും കാണുന്നതും. മോദിയും പിണറായിയും രാഹുൽ ഗാന്ധിയും ഒക്കെ അവർക്കൊരുപോലാണ്. ചിലരതിനെ രാഷ്ട്രീയ അജ്ഞതയെന്ന് വിളിക്കും. ശാരദകുട്ടി പറഞ്ഞതുപോലെ മല്ലിക സാരാഭായിയെ പോലെയോ ശബാന ആസ്മിയെ പോലെയോ രാഷ്ട്രീയ ചിന്തകളുള്ള നിലപാടുള്ള ഒരു വ്യക്തിയല്ല ശോഭന. BJP സമ്മേളനത്തിൽ പങ്കെടുക്കില്ല എന്ന് തീരുമാനിക്കാൻ മാത്രം രാഷ്ട്രീയ ബോധം ശോഭനയ്ക്കില്ലെന്നും അതിനെക്കുറിച്ച് ഇത്ര ബേജാറാകണോ എന്നും ശാരദകുട്ടി ചോദിക്കുന്നു. ശോഭനയെ സംഖ്യയാക്കിയാൽ ശോഭനയ്ക്കൊന്നുമില്ല. ഐ ഡോണ്ട് കെയർ എന്ന ആറ്റിറ്റ്യൂഡിൽ അവർ അടുത്ത നൃത്തവേദിയിലേക്ക് പോകും. പക്ഷെ ശോഭനയെ സംഖ്യയാക്കിയാൽ സംഖ്യകൾക്കത് ഗുണം ചെയ്യുമെന്ന് നമ്മൾ ഓർക്കുക തന്നെ വേണം.